Right. ഓം ശാന്തി. 24/3/2022। बाबा कहते मीठे बच्चे, एकांत में बैठ पढ़ाई करो तो धारणा बहुत अच्छी होगी। सवेरे सवेरे उठकर विचार सागर मंथन करने की आदत डालो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഏകാന്തതയിലിരുന്ന് പഠിക്കൂ. ഏകാന്തതയിലിരുന്ന് പഠിക്കൂ. അപ്പോൾ ധാരണ വളരെ നല്ലതാകും. അതിരാവിലെ ഉണർന്ന് വിചാരസാഗര മഗ്നം ചെയ്യുന്ന ശീലം വളർത്തൂ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഏകാന്തതയിലിരുന്ന് പഠിക്കൂ. അപ്പോൾ ധാരണ വളരെ നല്ലതാകും. അതിരാവിലെ ഉണർന്ന് വിചാരസാഗര മഥനം ചെയ്യുന്ന ശീലം വളർത്തൂ. ചോദ്യം: उल्पास बनना है तो कौन से ख्याल आने चाहिए, कौन से नहीं आना चाहिए? ഉൾപാസ് ആകണമെങ്കിൽ ഏതൊരു ചിന്ത ഉണ്ടായിരിക്കണം, ഏതൊരു ചിന്ത ഉണ്ടാകാൻ പാടില്ല? ഏതൊരു സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കണം, ഏതൊരു സങ്കല്പങ്ങൾ ഉണ്ടാകാൻ പാടില്ല? बाबा പറയുന്നു, उल्पास होने के लिए सदा यही ख्याल रखिए, हमें रात दिन खूब मेहनत करके पढ़ना है. ഉൾപാസ് ആകുന്നതിന് വേണ്ടി സദാ ഈ ചിന്തയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ സങ്കല്പങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ രാത്രിയും പകലും വളരെയധികം പരിശ്രമിച്ച് പഠിക്കണം. നമ്മൾ രാത്രിയും പകലും വളരെയധികം പരിശ്രമിച്ച് പഠിക്കണം. തന്റെ അവസ്ഥയെ വളരെ ഉയർന്നതാക്കി മാറ്റണം. തന്റെ അവസ്ഥയെ വളരെ ഉയർന്നതാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ബാപ്ദാദയുടെ ഹൃദയത്തിലിരിക്കാൻ സാധിക്കൂ. എങ്കിൽ മാത്രമേ ബാപ്ദാദയുടെ ഹൃദയത്തിലിരിക്കാൻ സാധിക്കൂ. നിദ്രയെ ജയിക്കുന്നവരാകണം. നിദ്രയെ ജയിക്കുന്നവരാകണം. ഉൾപാസ് ആകുന്നതിന് വേണ്ടി സദാ ഈ ചിന്തയുണ്ടായിരിക്കണം. നമ്മൾ രാത്രിയും പകലും വളരെയധികം പരിശ്രമിച്ച് പഠിക്കണം. തന്റെ അവസ്ഥയെ വളരെ ഉയർന്നതാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനത്തിൽ ഇരിക്കുവാൻ സാധിക്കൂ. നിദ്രയെ ജയിക്കുന്നവരാകണം. സന്തോഷം അല്ലെ, സന്തോഷത്തിൽ കഴിയണം. സന്തോഷം നിറഞ്ഞവരായിരിക്കണം. സന്തോഷമായി ജീവിക്കണം. बाकी ये ख्याल कभी नहीं आना चाहिए कि रामा में व नसीब में होगा तो मिल जाएगा.
ബാക്കി ഒരിക്കലും ഈ സങ്കല്പം വരാൻ പാടില്ല. അതായത് ഭാഗ്യത്തിലുണ്ടെങ്കിൽ ലഭിക്കും, ഡ്രാമയിലുണ്ടെങ്കിൽ ഭാഗ്യത്തിലുണ്ടെങ്കിൽ ലഭിക്കും എന്നുള്ള സങ്കല്പം വരാൻ പാടില്ല. ഖയാൽ അൽബല ബന ദേത്തി, ഈ ചിന്തകൾ നമ്മളെ അലസരാക്കി മാറ്റും. ഡ്രാമയിലുണ്ടെങ്കിൽ ഭാഗ്യത്തിലുണ്ടെങ്കിൽ ലഭിക്കും അല്ലെ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ നമുക്ക് വരാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള ചിന്തകളാണ് നമ്മളെ അലസത നിറഞ്ഞവരാക്കി മാറ്റുന്നത്. ഗീതം, അങ്ങയെ നേടിക്കഴിഞ്ഞ് ഞാൻ ലോകം മുഴുവൻ നേടിക്കഴിഞ്ഞു. ओम शांति। बच्चों ने गीत का अर्थ समझा। बेहद का बाप से अभी हमको बेहद का वर्षा मिल रहा। കുട്ടികള് പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി. ഇപ്പോൾ നമ്മൾ അല്ലെ, ഇപ്പോൾ പരിധികളില്ലാത്ത അച്ഛന്റെ അടുക്കൽ നിന്ന് നമ്മൾ കുട്ടികൾക്ക് പരിധികളില്ലാത്ത സ്വത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ബച്ചേ ബാപ്സേ ഫിർ വിശ്വ കെ രാജ്യഭാഗ്യ വർഷ പാരുന്നു. അല്ലെ, കുട്ടികള് ബാബയിൽ നിന്നും വിശ്വത്തിന്റെ സ്വരാജ്യമാകുന്ന സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പരിധികളില്ലാത്ത അച്ഛന്റെ അടുക്കൽ നിന്ന് ഈ സമയത്ത് നമുക്ക് പരിധികളില്ലാത്ത സ്വത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ കുട്ടികൾ ഈ സമയത്ത് ബാബയിൽ നിന്നും വിശ്വത്തിന്റെ സ്വരാജ്യം പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വരാജ്യത്തിന്റെ സ്വത്ത് നേടിക്കൊണ്ടിരിക്കുകയാണ്. ജിസ് വിശ്വ की बादशाही को तुमसे कोई छीन ना सके. ബാബ നമുക്ക് നൽകുന്ന ഈ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി മറ്റാർക്കും തന്നെ തട്ടിയെടുക്കുവാൻ സാധ്യമല്ല. തും സാരേ വിശ്വത്തെ മാലിക് ബനത്തെ ഹോ. നിങ്ങൾ കുട്ടികൾ മുഴുവൻ വിശ്വത്തിന്റെയും അധികാരികളായി മാറുന്നു. വഹാ കോയി ഹദേ നഹീ രഹി. ബാബ പറയാണ്, സത്യയുഗത്തിൽ യാതൊരു പരിമിതികളും ഇല്ല. ഏക ബാബ് സേ തും ഏക് രാജധാനിയിൽ എത്തിക്കോ. ഒരേയൊരു ബാബയിൽ നിന്നും നിങ്ങൾ കുട്ടികൾ ഒരേയൊരു രാജധാനിയാണ് നേടുന്നത്, വിശ്വത്തിന്റെ ചക്രവർത്തി പദവിയാണ് നേടുന്നത്. ജോ ഏക് ഹി മഹാരാജ മഹാറാണി രാജ ചലാത്തെ ഹി. ബാബ പറയാണ്, സത്യയുഗത്തിൽ ഒരേ ഒരു മഹാരാജാവും മഹാറാണിയും ആ സത്യയുഗ രാജ്യത്തെ നടത്തുന്നു. ഏക് ബാബ് ഫിർ ഏക് രാജധാനി ജിസ്മേ കോയി പാർട്ടീഷൻ നെഹി. ഒരേ ഒരു ബാബ നൽകുന്ന സ്വത്ത് എന്താണ്? ഒരേ ഒരു രാജധാനി. ബാബ പറയാണ്, ഇതിന് യാതൊരു പാർട്ടീഷനും ഇല്ല. എന്ന് വെച്ചാല് ബാബ നമുക്ക് വിഭജിച്ച് നൽകുന്നില്ല, പകരം നമ്മള് ഒരു രാജധാനിയുടെ സ്വത്താണ് ബാബ നൽകുന്നത് അല്ലെ. ഒരേ ഒരു ബാബ നമുക്ക് ഈ വിശ്വത്തിന്റെ ചക്രവർത്തി പദവി നൽകുന്നു. അപ്പൊ തന്നെ ആലോചിക്കും, വിശ്വത്തിലെ രാജധാനിയാണ് ബാബ നമുക്ക് നൽകുന്നത്. तो तुम जानते हो भारत में एक ही महाराजा महारानी लक्ष्मी नारायण की राजधानी थी. ഇവിടെ കുട്ടികൾക്ക് അറിയാം, ഭാരതത്തിൽ ഒരേ ഒരു മഹാരാജ മഹാറാണി ലക്ഷ്മി നാരായണന്റെ രാജധാനി ഉണ്ടായിരുന്നു. സാരേ വിശ്വ पर राज्य करते थे. മുഴുവൻ വിശ്വത്തിനും അല്ലെ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. ഉസ്കോ അദ്വൈത രാജധാനി കഹാ ജാതാ ഹൈ. യഥാർത്ഥത്തില് അല്ലെ ആ രാജധാനിയെ എന്താ വിളിക്കുന്നത്? അദ്വൈത രാജധാനി എന്ന് വിളിക്കുന്നു. जो एक ने स्थापन की है तुम बच्चों द्वारा. ഒരേ ഒരു ബാബ സ്ഥാപിച്ചതാണ് ആ അദ്വൈത രാജധാനി അല്ലെ. നിങ്ങൾ കുട്ടികളിലൂടെയാണ് ഒരേ ഒരു ബാബ അദ്വൈത രാജധാനി സ്ഥാപിച്ചത്. തും ബച്ചയ്ക്ക് വിശ്വത്തെ രാജാക്കി പോകേണ്ടി. അതുകൊണ്ട് വിശ്വത്തിലെ ചക്രവർത്തി പദവി അനുഭവം ചെയ്യുന്നത്, വിശ്വത്തിന്റെ രാജ്യഭാഗ്യം അനുഭവം ചെയ്യുന്നത് നിങ്ങൾ കുട്ടികളാണ്. തും ജാനത്തെ ഹോ ഹർ 5000 വർഷ के बाद हम ये രാജായി लेते हैं. ഓരോ 5000 വർഷത്തിന് ശേഷവും നമ്മൾ കുട്ടികള് വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നേടുന്നുണ്ട്. फिर आधा कल्प पूरा होने से हम ये രാജായി गवाते हैं. അരക്കൽപ്പം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഈ രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളാണ് 5000 വർഷം കഴിയുമ്പോൾ നേടുന്നത്, പിന്നെ 5000 വർഷം കഴിയുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുമുണ്ട്.
तो ये हार और जीत का खेल ബാബ പറയാണ് ഇത് അല്ലെ തോൽവിയുടെയും വിജയത്തിന്റെയും കളിയാണ്. അരക്കൽപ്പകാലം നമ്മൾ വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നേടുന്നു. അരക്കൽപ്പം കഴിയുമ്പോഴേക്കും നമ്മള് ഇതെല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ബാബ വന്നിട്ടാണ് നമുക്ക് രാജ്യ പദവി അല്ലെ ചക്രവർത്തി പദവി നൽകുന്നത്. ബാബ പറയാണ് ഇത് വിജയത്തിന്റെയും തോൽവിയുടെയും ഒരു കളിയാണ്. മായാസെ ഹാരിഹാർ, മായയുടെ അടുത്ത് തോറ്റാ തോറ്റു അല്ലെ. മായ വരും, കൊടുങ്കാറ്റുകള് വരും, പരീക്ഷണങ്ങള് വരും അല്ലെ. ആ പരീക്ഷണങ്ങളെ വിവേകപൂർവ്വം മനസ്സിലാക്കി ജയിക്കണം. തോറ്റാൻ തോറ്റു. രാവൺ പർ ജീത്ത് പാത്തേ ഹോ. ഈ സമയത്ത് കുട്ടികള് ബാബയുടെ ശ്രീമത്തിലൂടെ രാവണന്റെ മേൽ വിജയം പ്രാപ്തമാക്കുകയാണ്. തുമാരെ മേ ബി കൊയ് ബിൽക്കുൽ അനന്യ നിശ്ചയബുദ്ധി. നിങ്ങളുടെ ഇടയിൽ പോലും ബാബ പറയാണ് അനന്യ നിശ്ചയബുദ്ധികളായ കുട്ടികളുണ്ട്. അത്രയും ഉറച്ച അല്ലെ നിശ്ചയബുദ്ധികളായിട്ടുള്ള കുട്ടികളുണ്ട്. ജിസ്കോ സദൈവ ഖുഷി രഹത്തി ഹൈ ഹം വിശ്വ കെ മാലിക് ബൻതേ ഹൈ. അങ്ങനെ അനന്യ നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് എപ്പോഴും ലഹരിയാണ്, എപ്പോഴും അവർക്ക് സന്തോഷമാണ്, അവര് സദാ സന്തോഷത്തിലിരിക്കുന്നു. ഞങ്ങളെ ബാബ വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറ്റുന്നു, നമ്മളാണ് വിശ്വത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്. ഈ ലഹരി അല്ലെ ബാബ പറയുന്ന നിശ്ചയബുദ്ധിയിൽ ഈ കുട്ടികൾ ഇരിക്കുന്നു. तो वेल कितने भी क्रिश्चियन पावरफुल है परंतु विश्व के मालिक बने ये होने की सत्ता. ക്രിസ്ത്യാനികൾ എത്ര പവർഫുൾ ആയിക്കോട്ടെ അല്ലെ, അവര് എത്രമാത്രം ജനസംഖ്യ ഉണ്ടായിക്കോട്ടെ, എത്ര പവർഫുൾ ആയിക്കോട്ടെ, പക്ഷെ അവർക്ക് ഒരിക്കലും വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധ്യതയില്ല. അവരുടെ രാജധാനി ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ എന്താണ് ഭാരതത്തിലും ചിലപ്പോൾ അവർ കൂടുതൽ ഉണ്ടായിരിക്കും. പക്ഷെ ബാബ പറയാൻ അവർക്ക് വിശ്വത്തിന്റെ അധികാരിയാകാൻ ഒരിക്കലും സാധ്യമല്ല. वेल कितने भी क्रिश्चियन पावरफुल है परंतु विश्व का मालिक बने ये हो नहीं सकते. टुकड़े टुकड़े पर राजी है पहले पहले एक भारत ही सारे विश्व का मालिक था. അപ്പൊ ബാബ പറയാണ് അതായത് അല്ലെ ക്രിസ്ത്യൻസ് എത്ര പവർഫുൾ ആണെങ്കിലും അവർക്ക് വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധ്യമല്ല. കാരണം ഇപ്പോ ലോകം എന്ന് പറയുന്നത് ഓരോരോ കഷ്ണങ്ങളായിരിക്കുകയാണ്. ആ കഷ്ണങ്ങളുടെ മേലെയാണ് അവര് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഷ്ണങ്ങളുടെ രാജ്യമാണ്. പേലെ പേലെ ഏക് ഭാരത് ഹി സാരെ വിശ്വക്കെ മാലിക. ബാബ പറയാണ് ഒരിക്കൽ ഒരു കാലത്ത് ഈ ഭാരതം വിശ്വത്തിന്റെ അധികാരിയായിരുന്നു അല്ലെ, വിശ്വത്തിന്റെ ചക്രവർത്തി പദവി ഉണ്ടായിരുന്നു. മുഴുവൻ വിശ്വത്തിനും ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ദേവീ ദേവതാവുമായി സിവായി ദൂസര കോയി ധർമ്മ നഹീ താ. ഒരേ ഒരു ധർമ്മം അദ്വൈത രാജ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ വിശ്വത്തിന്റെ അധികാരികളായിരുന്നു അല്ലെ. ദേവീ ദേവതകളെ കൂടാതെ അവിടെ രണ്ടാമതൊരു ധർമ്മം ഇല്ലായിരുന്നു. ഏസാ വിശ്വക്ക മാലിക് ജരൂർ വിശ്വക്ക രചയിതാക്കി ബനാക്കുക. അങ്ങനെയുള്ള വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ വിശ്വരചയിതാവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ദേഖോ ബാബ കൈസേ ബഡ് സംജാത്തെ അല്ലെ. ബാബ നോക്കൂ എങ്ങനെയാണ് തന്റെ മക്കൾക്ക് മനസ്സിലാക്കി തരുന്നത്. തുമ്പി സംജാ സക്തി. ബാബ എങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നുവോ അതേപോലെ കുട്ടികൾക്കും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഭാരതവാസി വിശ്വക്കെ മാലിക് ജരൂർ. ഭാരതവാസികൾ തീർച്ചയായിട്ടും വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. വിശ്വക്കെ രചയിത സഹി വർഷ മിലേഗ. വിശ്വരചയിതാവിൽ നിന്ന് മാത്രമാണ് സ്വത്ത് ലഭിക്കുന്നത്. फिर जब राजाई गवाते हैं दुखी होते हैं बाप को याद करते हैं. എപ്പോഴാണോ തന്റെ രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത് അല്ലെ, ബാബ പറയാണ് നിങ്ങൾ എപ്പോഴാണോ തന്റെ രാജ്യഭാഗ്യം നഷ്ടപ്പെടുത്തുന്നത്, ദുഃഖികളായി തീരുന്നത്, അപ്പോ എല്ലാവരും സത്യത്തിൽ ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന ദേവതകളെല്ലാം ആരെ വിളിക്കാൻ തുടങ്ങാണ്? ബാബയെ ഓർമ്മിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അച്ഛനെ ഓർമ്മിക്കാൻ ആരംഭിക്കുന്നത്. ഭക്തി മാർഗി ഭഗവാൻ കോ യാദ് കർണേ കാ മാർഗം. ഭക്തി മാർഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ഓർമ്മിക്കാനുള്ള മാർഗമാണ്. ഇതേ പ്രകാർ സേ ഭക്തി ദാൻ പുണ്യ ജപ തപ ആദി കർത്തേ. ഏതെല്ലാം പ്രകാരത്തിൽ എത്രയോ പ്രകാരത്തിലാണ് ഭക്തിയും ദാന പുണ്യാദികളും ജപതപങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. इस पढ़ाई से जो तुमको राजाई मिलती है वो पूरी होने से तुम
ജഗത് ഭഗത് ബൻ ജാതി ഹോ. ബാബ പറയാണ്, കുട്ടികളെ ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നത്. അല്ലെ, ഈ രാജ്യഭാഗ്യം നിങ്ങൾ ഈ പഠിച്ച് സംഗമയുഗം മുഴുവൻ പഠിച്ച് നേടിയ രാജ്യഭാഗ്യം, അല്ലെ, പഠിപ്പിലൂടെ പ്രാപ്തമാക്കിയ രാജ്യഭാഗ്യം എപ്പോഴാണോ പൂർത്തിയാകുന്നത്, അല്ലെ, നിങ്ങളുടെ പഠിപ്പിന്റെ ഫലം, നിങ്ങളുടെ ധാരണയുടെ ഫലം, നിങ്ങളുടെ പുരുഷാർത്ഥത്തിന്റെ പ്രാപ്തികൾ, അല്ലെ, ബാബയിൽ നിന്ന് നിങ്ങൾ നേടിയ സ്വത്ത് എപ്പോഴാണോ നിങ്ങൾ അനുഭവിച്ച് തീർക്കുന്നത്, അല്ലെ, നിങ്ങളുടെ രാജ്യഭാഗ്യം, അല്ലെ, പൂർണ്ണമായിട്ട് തീരുന്നത്, അപ്പൊ നിങ്ങൾ ആരായി മാറും? അപ്പൊ നിങ്ങൾ ആരായി മാറും? ഭക്തരായി മാറും, അല്ലെ. കാരണം നമ്മൾ ആരാണ്? സംഗമത്തിലെ ബാബയുടെ പൊന്നോമന മക്കളാണ്, മധുരമായ കുട്ടികളാണ്. ഇന്ന് നമ്മൾ എന്ത് വിളിക്കുന്നു? ബാബ മധുരമായ കുട്ടികളെ വിളിക്കാണ്, അല്ലെ. ആര് വിളിക്കും ഇങ്ങനെ നമ്മളെ? അല്ലെ, കുട്ടികളുടെ കയ്യിരിപ്പ് എല്ലാം നല്ലതാണോ? എന്തെങ്കിലുമൊക്കെ കാണും, അല്ലെ, രാവണന്റെ സംസ്കാരങ്ങള്, ബാലൻസ് ഒക്കെ കാണും. എന്നാലും ബാബ നമ്മൾ അങ്ങനെയല്ലേ വിളിക്കുന്നത്, അല്ലെ. കാരണം നമ്മുടെ തനതായ വ്യക്തിത്വത്തെ ബാബ നമുക്ക് ഓർമ്മിച്ചു തരുന്നത്, അല്ലെ. എത്ര വാത്സല്യത്തോടെ നമ്മൾ വിളിക്കുന്നു ബാബ. പക്ഷെ അങ്ങനെയുള്ള ബാബയുടെ കുട്ടികള് പഠിച്ച് ബാബയുടെ സ്വത്ത് നേടിയിട്ട് പിന്നീട് എന്ത് സംഭവിക്കുന്നു? അത് അനുഭവിച്ച് തീരുമ്പോ, അതിന്റെ കാലയളവ് തീരുമ്പോ, അരക്കൽപ്പം തീരുമ്പോ, പിന്നെ നമ്മള് ഭക്തരായി തീരണം. പൂജനീയ ദേവതകൾ പൂജാരികളായിട്ട്, പൂജാരി മനുഷ്യരായിട്ട് മാറുകയാണ്. तो भक्ति मार्ग है ही भगवान को याद करने का मार्ग। तो विषय रचयिता से ही वर्षा मिलेगा. അപ്പൊ ബാബ പറയാണ്, ഭക്തി മാർഗം ഭഗവാനെ ഓർമ്മിക്കുന്നതിന്റെ മാർഗമാണ്. സത്യയുഗ ത്രേതായുഗത്തിൽ നമ്മൾ ഭഗവാനെ ഓർമ്മിച്ചില്ല, പൂജനീയ ദേവതകള് ഭഗവാനെ ഓർമ്മിച്ചില്ല, കാരണം അവര് ഭാവസമാനാണ്. പക്ഷെ എപ്പോഴാണ് ഭക്തി ആരംഭിച്ചത്? അപ്പൊ നമ്മള് ഭഗവാനെ ഓർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നെ നമ്മൾ എത്രയോ പ്രകാരത്തിലുള്ള ഭക്തി ചെയ്തു, ദാനപുണ്യാദികളും ജപതപങ്ങളും എല്ലാം ചെയ്തു, അല്ലെ. ബാബ പറയാണ്, ലക്ഷ്മി നാരായൺ കോ ഭഗവാൻ ഭഗവതി കഹത്തെ. ലക്ഷ്മി നാരായണനെ എന്താ വിളിക്കുന്നേ? ഭഗവാന്റെ മക്കളാണ്, ഭഗവാൻ ഭഗവതി എന്നാണ് വിളിക്കുന്നത്. ക്യോങ്കി ഭഗവാൻ സെ രാജായി ദീഹന. എന്തുകൊണ്ടാണ് ലക്ഷ്മി നാരായണനെ ഭഗവാൻ ഭഗവതി എന്ന് വിളിക്കുന്നത്? കാരണം അവര് ഭഗവാന്റെ അടുക്കൽ നിന്നല്ലേ രാജ്യഭാഗ്യം നേടിയത്. പരന്തു ഭഗവാൻ ഭഗവതി നഹി കർ സക്തെ. ബാബ പറയാണ്, കുട്ടികളെ, ലക്ഷ്മി നാരായണനെയും നിങ്ങൾക്ക് ഭഗവാൻ ഭഗവതി എന്ന് വിളിക്കുവാൻ കഴിയില്ല. ഉൻകോ യേ രാജധാനി ജരൂർ സ്വർഗ്ഗ രചയിതാനെ ദീ ഹോഗി. തീർച്ചയായിട്ടും സ്വർഗ രാജധാനി, സ്വർഗ രചയിതാവാണ് ദേവി ദേവതകൾക്ക് ലക്ഷ്മി നാരായണന് നൽകിയിട്ടുള്ളത്. പരന്തു കേസേ ദി ഈ കോയി നഹി ജാനത്തെ. പക്ഷെ എങ്ങനെയാണ് നൽകിയത് ഇത് ആർക്കും തന്നെ അറിയില്ല. तो तुम सब बाप के अथवा भगवान के बच्चे हो. നിങ്ങൾ എല്ലാ കുട്ടികളും ബാബയുടെ മക്കളാണ്, ഭഗവാന്റെ കുട്ടികളാണ്. അപ്പൊ ബാബ് സബക്കോ तो രാജായി നഹി ദേ. ബാബ പറയാണ്, അച്ഛന്, അല്ലെ, കുറെ കുട്ടികളുണ്ട്, പക്ഷെ അച്ഛൻ എല്ലാവർക്കും രാജ്യഭാഗ്യം നൽകാൻ പറ്റുമോ? ചക്രവർത്തി പദവി നൽകാൻ പറ്റുമോ? സാധ്യമല്ല. तो तुम सब बाप के अथवा भगवान के बच्चे हो. तो ये भी ड्रामा बना हुआ है. അതേപോലെ ഈ സൃഷ്ടിയിലുള്ള മുഴുവൻ ആത്മാക്കള്, അല്ലെങ്കിൽ സത്യത്തിൽ വരുന്ന എല്ലാ ആത്മാക്കൾക്കും രാജ്യ പദവി ലഭിക്കുന്നില്ല. ആരാണോ പഠിച്ച് ധാരണ ചെയ്ത്, അല്ലെ, ആ രാജ്യ പദവിയിലേക്ക് വരാൻ യോഗ്യമായ സംസ്കാരത്തിലേക്ക് സ്വയത്തെ ഉയർത്തുന്നത്, ആ കുട്ടികൾക്ക് മാത്രമാണ് രാജ്യ പദവി ലഭിക്കുന്നത്. ഭാരതവാസി വിശ്വത്തെ മാലിക് വരുന്നേ. ഭാരതവാസികളാണ് വിശ്വത്തിന്റെ അധികാരികളായി മാറുന്നത്. അഭിത്വത്തേക്ക് പ്രജാക പ്രജാപർ രാജ്യം. ബാബ പറയാണ്, ഈ സമയത്ത് പ്രജകളെ, അല്ലെ, പ്രജകളുടെ മേലെ രാജ്യം ഭരിക്കുന്നു, അല്ലെ, ജനാധിപത്യ രാഷ്ട്രം, അല്ലെ, അതാണ് ഈ സമയത്ത്. तो अपने को आपे ही पतित भ्रष्टाचारी मानते हैं. ഇവിടെ എല്ലാവരും സ്വയത്തെ പതീതമാണ്, ഭ്രഷ്ടാചാരികളാണ് എന്ന് അംഗീകരിക്കുന്നുണ്ട്. ഈ പതീത ദുനിയാസെ പാർ ജാനേക്ക്. ഈ പതീതമായ ലോകത്തിൽ നിന്നും ഉപരിയായി നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ, അല്ലെ, പതീതമായ ലോകത്തിന് പതീതമായി ജീവിക്കാതെ
പതീതമായ ലോകത്തിന് ഉപരിയായിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ നമ്മുടെ തോണിക്കാരനെ ഓർമ്മിക്കുകയാണ്. കാരണം തോണിക്കാരനല്ലേ മറുകരയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? ഈ വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ആർക്കേ സാധിക്കുള്ളൂ? ആർക്കെ സാധിക്കുള്ളൂ ലൈലാസ്റ്റർ? നമ്മുടെ തോണിക്കാരന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് തോണിക്കാരൻ വന്ന് അല്ലെ, തോണിക്കാരനെ നമ്മൾ എല്ലാവരും ഓർമ്മിക്കാണ്. ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോഴേക്കും അല്ലെ, ത്രേതായുഗം തീരുമ്പോഴേക്കും ദ്വാപരയുഗം മുതൽ നമ്മൾ തോണിക്കാരനെ ഓർമ്മിക്കാൻ തുടങ്ങി. ആഖിർ ഇസ് വേശ്യാലയ സെ ശിവാലയ മേ ലേ ചലോ. നമ്മൾ എന്തിനാണ് ഭക്തിയിൽ ഇത്രയും ഓർമ്മിച്ചത്? ഞങ്ങളെ ഈ വേശ്യാലയത്തിൽ നിന്നും ശിവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകൂ. ഏക നിരാകാർ ശിവാലയം നിർവാണധാമം. ഒന്നാണ് നിരാകാരിയായ ശിവാലയം നിർവാണധാമം. दूसरा फिर शिव बाबा जो राजधानी स्थापन करते हैं उनको भी शिवालय कहते हैं. शिव बाबा രാജധാനിയുടെ സ്ഥാപനം ചെയ്യാണ്. ആ രാജധാനിയെയും ശിവാലയം എന്ന് വിളിക്കുന്നു. സാരി സൃഷ്ടി ശിവാലയ ബൻ ജാതി ഹി. ബാബ പറയാണ് മുഴുവൻ സൃഷ്ടിയും ഇവിടെ ശിവാലയമായി മാറുന്നു. അപ്പൊ നിർവാണധാമം ശിവാലയമാണ്, സ്വർഗരാജധാനിയും ശിവാലയമാണ്. तो ये सागारी शिवालय सत्युग में वो है निराकार शिवालय. ബാബ പറയാണ് സാകാരി ശിവാലയമുണ്ട്, നിരാകാരി ശിവാലയമുണ്ട്. രണ്ട് ശിവാലയങ്ങളാണ് അല്ലെ, സാകാരി ശിവാലയവും നിരാകാരി ശിവാലയവും. तो सागारी शिवालय सत्युग में, നിരാകാർ ശിവാലയം നിർവാണധാമി. നിരാകാരി ശിവാലയം നിർവാണധാമത്തിലാണ്. സാകാരി ശിവാലയം അല്ലെ സ്വർഗ രാജധാനിയാണ്. ये नोट करो. वो പറയുന്നത് നോട്ട് ചെയ്യണം. समझाने के लिए बच्चों को पॉइंट्स बहुत मिलती है. അല്ലെ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് ഒരുപാട് പോയിന്റുകൾ ലഭിക്കുന്നുണ്ട്. फिर अच्छी रीति मंथन करना चाहिए. ഇവിടെ കുട്ടികള് നല്ല പോലെ ബാബ പറയുന്ന ഈ ജ്ഞാനം വിചാര സാഗര മഥനം ചെയ്യണം. നല്ല പോലെ മഥനം ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. ബാബ നമുക്ക് എത്ര പുതിയ പുതിയ പോയിന്റുകൾ പറഞ്ഞു തരുന്നു. तो ये कॉलेज के बच्चे बचपन में सवेरे सवेरे उठकर अध्ययन करते. ബാബ പറയുന്ന സ്കൂളിലെയും കോളേജിലേക്ക് കുട്ടികൾ എങ്ങനെയാണ്? അവര് അതിരാവിലെ വെളുപ്പിനെ ഉണർന്ന് അല്ലെ എന്ത് ചെയ്യും? വെളുപ്പിനെ ഉണർന്നിട്ടിരുന്ന് പഠിക്കും അല്ലെ. 4 മണിക്കൊക്കെ ഉണർന്നിരുന്ന് അവര് പഠിക്കും. സവേരെ ക്യൂ പഠിത്തേക്ക്. എന്തിനാണ് അവര് വെളുപ്പിനെ ഉണർന്ന് പഠിക്കുന്നത്? ആത്മാവിശ്രാം പാക്കർ റിഫ്രഷ് हो जाती है. കാരണം ആത്മാവ് നല്ല പോലെ വിശ്രമിച്ച് അല്ലെ ഫ്രഷ് ആയിട്ട് ഉണർന്നിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് പഠിച്ചതെല്ലാം തലയിൽ കയറും. അതുകൊണ്ടാണ് വെളുപ്പിനെ ഉണർന്ന് കുട്ടികൾ പഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ എങ്ങനെയാണ്? പണ്ടത്തെ കാലത്തെ കാര്യം പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ്? 12 മണി വരും, 2 മണി വരും, 3 മണി വരും അല്ലെ, ഉറങ്ങാതിരിക്കുന്ന സ്വഭാവമാണ്. അപ്പൊ വൈകി ഉറങ്ങുന്ന സ്വഭാവം, എന്നിട്ട് വൈകി ഉണരുന്ന സ്വഭാവം. അത് ആശ്രീയ സമ്പ്രദായത്തിൽപ്പെട്ടതാണ് അല്ലെ, ഈശ്വരീയ സമ്പ്രദായത്തിൽപ്പെട്ടതല്ല അത്. അപ്പൊ ബാബ പറയുന്നത് നേരത്തെ ഉറങ്ങിയിട്ട് നമുക്ക് നേരത്തെ ഉണരണം. तो ये कॉलेज के बच्चे बचपन में सवेरे सवेरे उठकर अध्ययन करते हैं क्योंकि आत्मा विश्राम पाकर रिफ्रेश हो जाती है. एकांत में बैठ पढ़ने से धारणा अच्छी हो. അല്ലെ, വെളുപ്പിനെ ഉണർന്നിരുന്ന് പഠിക്കാന്ന് പറയുമ്പോ ഏകാന്തതയിൽ ഇരുന്ന് പഠിക്കുകയാണ്. അങ്ങനെ ഏകാന്തതയിൽ ഇരുന്ന് നമ്മൾ പഠിക്കുമ്പോൾ ധാരണ നല്ലതായിരിക്കും. സവേരെ ഉടനേക്കാ ഷോക്ക് ഹോനാ ചാഹിയെ. വെളുപ്പിനെ ഉണരുന്നത് നിങ്ങൾക്കൊരു കാര്യമായിരിക്കണം അല്ലെ. വെളുപ്പിനെ ഉണരുന്നത് ഒരു ലഹരി ആയിരിക്കണം. അത്രയും ഇൻട്രസ്റ്റ് ആയിരിക്കണം, തീവ്ര താല്പര്യം. വെളുപ്പിനെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാനുള്ള ലഹരി വേണം. क्योंकि आत्मा विश्राम पाकर रिफ्रेश हो जाती है. तो सवेरे उठने का शौक होना चाहिए. कोई कहते हैं हमारी ड्यूटी ऐसे है, सवेरे जाना पड़ता है. ചില കുട്ടികൾ പറയും ഞങ്ങളുടെ ഡ്യൂട്ടി അങ്ങനെയാണ്, ഞങ്ങൾക്ക് അതിരാവിലെ പോകേണ്ടിയിരിക്കുന്നു. അച്ഛാ ശാന്തു ബേട്ടു. ചിലർക്ക് എന്താ നൈറ്റ് ഡ്യൂട്ടി അല്ലെ, ഇങ്ങനെ പല ഡ്യൂട്ടി അല്ലേ. അപ്പോ ബാബ പറയും സന്ധ്യായോഗം ചെയ്യും, സന്ധിക്കുന്ന യോഗം ചെയ്യും. शाम के समय भी कहते हैं देवदाय चक्र लगाती. സന്ധ്യാസമയത്തിന്റെ പ്രത്യേകത എന്താണ് അല്ലെ? സന്ധ്യാ യോഗത്തിന്റെ ആ സമയം അല്ലെ ദേവതകൾ ചുറ്റിക്കറങ്ങും എന്നാ പറയുക. കാരണം ഭക്തരെല്ലാം ഭഗവാനെ ഭജിക്കുന്ന സമയം അല്ലെ. ദേവതകള്
വിശ്വഭ്രമണം ചെയ്യും എന്ന് പറയും. क्वीन विक्टोरिया का वजीर रात को बाहर बत्ती के नीचे जाकर पड़ता था. क्वीन വിക്ടോറിയ രാജ്ഞിയുടെ മന്ത്രി എങ്ങനെയായിരുന്നു? അദ്ദേഹം രാത്രിയിൽ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ അദ്ദേഹം പുറത്തെ വിളക്കുണ്ടല്ലോ, റോഡിലുള്ള വിളക്ക്, ആ വിളക്കിന്റെ താഴെ പോയിരുന്നു പഠിക്കുമായിരുന്നു. ബഹുത് ഗരീബ് താ, കാരണം അദ്ദേഹം വളരെ നിർധനനായിരുന്നു. പഠിക്കർ വജീർ ബൻഗയ, പഠിച്ച് അല്ലെ അദ്ദേഹം അതിസമർത്ഥനായി രാജ്ഞിയുടെ മന്ത്രിയായി മാറി. സാരാ മദർ പഠായി പറയും. ബാബ പറയുന്ന ഏറ്റവും പ്രധാനമായ സംഗതി എന്താണ്? പഠിപ്പാണ്. തുംകോ പഠാനെ വാന പരംപിത പരമാത്മാകെ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് പരമപിത പരമാത്മാവാണ്. തുംകോ യേ ബ്രഹ്മനേക്ക് പഠാത്ത, അല്ലെ കുട്ടികളെ ആരാണ് പഠിപ്പിക്കുന്നത്? ഏറ്റവും വലിയ ആളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ അധ്യാപകന്റെ രൂപത്തിൽ അല്ലെ പരമാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെ ബാബ പറയാണ് ഈ ബ്രഹ്മാവാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ബ്രഹ്മാവല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, ശ്രീകൃഷ്ണനുമല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിരാകാർ ജ്ഞാനിക സാഗർ പടാത്തി, നിരാകാരിയായ ജ്ഞാന സാഗരനാണ് പഠിപ്പിക്കുന്നത്. ഉനുകോഹി രചനാക്കി ആദി മധ്യ അന്തിക ജ്ഞാനി, അല്ലെ ആ നിരാകാരിയായ പരമാത്മാവിനാണ് രചനയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുള്ളത്. സത്യയുഗ ത്രേത ആദി ഫിർ ത്രേത കാ അന്ത് ദ്വാപർ കി ആദി കോ മധ്യ കഹ ജാതാ ഹൈ. ബാബ പറയാണ് സത്യയുഗം ത്രേതായുഗത്തിന്റെ ആദി, അല്ലെ അതായത് ത്രേതായുഗത്തിന്റെ അന്ത്യത്തിൽ പിന്നീട് ദ്വാപരയുഗത്തിന്റെ ആദിയാണ്. ഉൻകോ മധ്യ കഹ ജാതാ ഹൈ. അപ്പൊ ദ്വാപരയുഗം എന്ന് പറയുമ്പോൾ മധ്യകാലമാണ്, സൃഷ്ടിയുടെ മധ്യകാലം. അപ്പൊ ബാബ വന്നിട്ട് നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം നൽകും. ഈ സബ്ബാത്തെ ബാബ സംജാത്തേക്ക്, ഈ കാര്യങ്ങളെല്ലാം ബാബയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ബ്രഹ്മാസോ വിഷ്ണു 84 ജനം ഭോക്തേവി, ബ്രഹ്മാവ് തന്നെയാണ് അല്ലെ ജന്മങ്ങൾ എടുത്ത്, അല്ലെ ബാബ പറയാണ് ബ്രഹ്മാവിൽ നിന്നാണ് വിഷ്ണു ആകുന്നത്, വിഷ്ണുവിൽ നിന്നാണ് നമ്മൾ 84 ജന്മങ്ങൾ അനുഭവിച്ചിരുന്നത്. അല്ലെ വിഷ്ണുവാണ് 84 ജന്മങ്ങൾ, അല്ലെ വിഷ്ണു പിന്നീട് സത്യയുഗത്തിൽ നിന്ന് നമ്മുടെ ജന്മങ്ങളുടെ യാത്ര തുടങ്ങാണ്. അപ്പൊ എന്താണ് 84 ജന്മങ്ങൾ എടുത്ത് 84ാമത്തെ ജന്മത്തിൽ ആരാകും? ബ്രഹ്മാവാകും, അല്ലെ ബ്രഹ്മാവിൽ നിന്ന് സംഗമയുഗത്തിന് വിഷ്ണു ആകും. फिर ब्रह्मा बनते हैं. तो ब्रह्मा ने 84 जन्म लिए, ലക്ഷ്മി നാരായൺ ने 84 ജന്മം. ബ്രഹ്മാവും 84 ജന്മം എടുത്തിട്ടുണ്ട്, ലക്ഷ്മി നാരായണനും 84 ജന്മം എടുത്തിട്ടുണ്ട്. तो बात एक हो जाती है, രണ്ടും ഒരേ കാര്യമാണ്. ഈ സമയത്തും ബ്രാഹ്മൺ വംശാവലിയോ फिर तुम വിഷ്ണു വംശാവലി ബनेंगे. ഈ സമയത്ത് നമ്മൾ ബ്രഹ്മ മുഖവംശാവലികളാണ്, ബ്രാഹ്മണ വംശാവലികളാണ്, അല്ലെ നാളെ നമ്മൾ വിഷ്ണു വംശാവലികളായിട്ട് മാറും. फिर गिरते गिरते तुम ശൂദ്ര വംശാവലി बनेंगे, അല്ലെ അങ്ങനെ ബ്രാഹ്മണ വംശാവലി ആരാകും? സത്യയുഗത്തില് വിഷ്ണു വംശാവലിയാകും. പിന്നെ വിഷ്ണു വംശാവലികള് ജന്മങ്ങളുടെ യാത്ര ചെയ്ത് ഒടുക്കം ശൂദ്ര വംശാവലികളായിട്ട് മാറും. ये सब बातें बाकी बैठ समझाते, അല്ലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. तुम जानते हो हम आए हैं बेहद के बाप के पास ശ്രീമദ് पर चल വിശുദ്ധ മഹാരാജ മഹാറാണി बनने के लिए. ഇവിടെ കുട്ടികൾക്ക് അറിയാം നമ്മള് വന്നിരിക്കുന്നത് പരിധികളില്ലാത്ത അച്ഛന്റെ അടുക്കൽ നിന്ന് ബാബയുടെ ശ്രീമപ്രകാരം നടന്ന് വിശ്വമഹാരാജനും വിശ്വമഹാറാണിയും ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുട്ടികൾ വന്നിരിക്കുന്നത്. പ്രജാവി വിഷുക്കെ മാലിക്, അല്ലെ സത്യയുഗത്തില് പ്രജകളും, അല്ലെ അവിടെ രാജാവും പ്രജകളും എല്ലാവരും കിരീടധാരികളാണ്. അവിടെ പ്രജകളും രാജാവും എല്ലാവരും വിശ്വത്തിന്റെ അധികാരിയാണ്. അല്ലെ ഒരു വീട്ടില് അച്ഛനും മക്കളും ഉണ്ടെങ്കിൽ എത്ര മക്കളുണ്ടോ മക്കളും ആ വീടിന്റെ അധികാരിയാണ്, അച്ഛനും ആ വീടിന്റെ അധികാരിയാണ്. അച്ഛൻ നിർമ്മിച്ച വീടാണ്, പക്ഷെ അത് ആരുടെയാണ്? മക്കളുടെയാണ്. അതേപോലെ സ്വർഗ രാജധാനി എന്ന് പറയുമ്പോ അവിടെ പ്രജകളും രാജാവും എല്ലാവരും വിശ്വത്തിന്റെ അധികാരികളാണ്. ഈ പഠായി സെ ബഡി ഹോഷിയാരി ചായി. ബാബ പറയാണ് ഈ പഠിപ്പിൽ കുട്ടികൾ വളരെയധികം ബുദ്ധി സാമർഥ്യമുള്ളവരായിരിക്കണം. ജിത്തിന പഠയെങ്കിൽ പഠായെങ്കിൽ ഇത്തിന ഊഞ്ച് പായെങ്കിൽ, എത്രമാത്രം കുട്ടികൾ പഠിക്കുന്നു പഠിപ്പിക്കുന്നു അത്രയും കുട്ടികൾ ഉയർന്ന പദവി കരസ്ഥമാക്കും.
ये बेहद की पढ़ाई सबको पढ़ाई പരിധികളില്ലാത്ത പഠിപ്പാണിത്. എല്ലാ കുട്ടികളും പഠിക്കണം. സബ് ഏക് സേ ഹി പഠിത്തേ ഹി. എല്ലാവരും ഒരാളിൽ നിന്നാണ് പഠിക്കുന്നത്. फिर नंबरवार कोई तो अच्छी धारणा करते हैं. പിന്നീട് നമ്പർവാർ ആയിട്ട് കുട്ടികൾ ധാരണ ചെയ്യും. എല്ലാവരും ഒരാളിൽ നിന്നാണ് പഠിക്കുന്നത്, പക്ഷെ നമ്പർവാർ ആയിട്ടാണ് ധാരണ ചെയ്യുന്നത്. കൊയ്ക്കോ ജറാബി ധാരണ നെഗി കൊത്തി നമ്പർവാർ സബ്ചായി. ചില കുട്ടികൾക്കാണെങ്കിൽ ഈ ജ്ഞാനത്തിന്റെ ധാരണ അല്പം പോലുമില്ല അല്ലെ. കുട്ടികള് തീർച്ചയായിട്ടും നമ്പർവാറാണ്. രാജാവുക്കെ ആകെ ദാസ് ദാസിയാക്കി ചാലി. ബാബ പറയാണ് സത്യത്തില് രാജാവിനോടൊപ്പം ആരും കൂടി ആവശ്യമാണ്? ദാസദാസികളും ആവശ്യമാണ്. ദാസ് ദാസിയാൻ തുമ്മകൽമേരെത്തി. ദാസദാസികളും കൊട്ടാരങ്ങളിൽ തന്നെയാണ് ജീവിക്കുന്നത്. പ്രജാത്വ വാഹനരെത്തി. പ്രജകളെല്ലാം പുറത്താണ് വസിക്കുന്നത്. സത്യയുഗത്തിലെ രാജകൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതായിരിക്കും. ജമീൻ ബൊഹാത്തെ മനുഷ്യത്തോടെ. ഭൂമി വളരെ വിസ്തൃതമാണ്, പക്ഷെ അവിടെ താമസിക്കാൻ ആളുകൾ കുറവാണ്. അനാജിത്തോ ബഹുത്ത് ഹോത്താഹി. അവിടെ അരിയും ധാന്യങ്ങളെല്ലാം ധാരാളം ഉണ്ടായിരിക്കും. മെഹൽ ബഹുത്ത് ബഡെ ബഡെ ഹോത്തേഹി. അവിടെ മെഹലുകള് വളരെ വലുതായിരിക്കും. ജമീൻ ബഹുത്ത് तो अनाज भी बहुत होता है. सब कामनाएं पूर्ण हो जाती है. ബാബ പറയാണ് അവിടെ ദേവി ദേവതകളുടെ സർവ്വ ആശകളും ഈ സമയത്ത് നമ്മൾ കുട്ടികളുടെ സർവ്വ ആശകളും അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. കാരണം അവിടെ സർവ്വ സമൃദ്ധിയാണ്, സർവപ്രാപ്തികളാണ്. പൈസക്കലിയെ കവി ദുഃഖിനേക്ക് കൊത്തി. അവിടെ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കില്ല അല്ലെ. പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? അല്ലെ. എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം നമ്മുടേതാണ്. പാരഡൈസ് നാം കിतना ऊंचा അല്ലെ. അതുകൊണ്ടാണ് പാരഡൈസ്. പാരഡൈസ് എന്നുള്ള പേര് തന്നെ എത്രയോ ഉയർന്നതാണ്. ഏകയ്ക്ക് മത് പർ ചലനെ സേ തും വിശ്വക്കെ മാലിക് ബൻ ജാത്തെ. ഒരേ ഒരു ബാബയുടെ ശ്രീമത്തിലൂടെ കുട്ടികൾ നടക്കുമ്പോൾ കുട്ടികൾ വിശ്വത്തിന്റെ അധികാരികളായിട്ട് മാറുന്നു. സത്യുഗി സൂര്യവംശി ലക്ഷ്മി നാരായൺ കാ രാജ്യം. ബാബ പറയാണ് അവിടെ നമ്മൾ എന്താ പറയാ? സത്യുഗി സൂര്യവംശി ലക്ഷ്മി നാരായണന്റെ രാജ്യം. ബച്ചെ ഗതി പർ ബൈഠേംഗെ. അതിനുശേഷം പിന്നെ അല്ലെ ലക്ഷ്മി നാരായണന്റെ മക്കളായിരിക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഉൻകി മാല ബന്തി അല്ലെ. അവരുടേതാണ് മാല തയ്യാറാകുന്നത് അല്ലെ. 108 മണിമാല അല്ലെ, പിന്നെ 8ന്റെ മാല, ഇതൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. 8 പാസ് വിത്ത് ഓണേഴ്സ് ഒക്കെ. പാസ് വിത്ത് ഓണേഴ്സ്, ഫുൾ പാസ് ആകുന്നവർ എത്ര പേരുണ്ട്? 8 പേരാണ് പ്രധാനമായിട്ട്. നവരത്നക്ക് അങ്കുട്ടി ബി പെൻറ്റി. നവരത്നങ്ങളുടെ അല്ലെ മോതിരിടുന്നുണ്ട് നവരത്നങ്ങൾ അല്ലെ. അതില് 9ാമത്തെ ആള് ആരാണ്? 1ാമത്തെ ആളാരാണ്? ഷിബാബയാണ്. ബാക്കിയാണ് 8 പേര്. ബീച്ച് മേ ബാബ. ബാബ പറയുന്ന മധ്യത്തിലാണ് ബാബ. ബാക്കി അല്ലെ നവരത്നങ്ങളുടെ മോതിരിടുമ്പോഴേ അതിന്റെ നടുക്ക് ബാബ വരും. നവരത്നക്കോ അങ്കുട്ടി ബഹുത് പെൻറ്റി. ബാബ പറയാണ് അപ്പുറം ഇപ്പുറയായിട്ട് 8 രത്നങ്ങൾ വരും, നടുക്ക് ബാബ. അങ്ങനെ നവരത്നങ്ങളുടെ മോതിരമണി. ഏ ദേവതാവുക്ക് നിഷ്ഠാനി സമസ്തേക്ക്. ഇത് ദേവതകളുടെ അടയാളമായിട്ടാണ് ഇതിനെ കാണുന്നത്. അർത്ഥത്തോ സമസ്ത നെയ്യേ ഓ നവരത്ന കോൺതേ. അർത്ഥമൊന്നും അറിയില്ല. ഈ നവരത്നങ്ങൾ ആരാണ്, ഇവരാരായിരുന്നു, അതൊന്നും അറിഞ്ഞുകൂടാ. നവരത്നങ്ങൾ ധരിക്കുന്നത് ഭയങ്കര നല്ലതാണെന്ന് മാത്രമേ അറിയുന്നുള്ളൂ. ഈ നവരത്നങ്ങൾ ആരാണെന്ന് അറിയില്ല. മാലാവി നവരത്നക്ക് ബന്ധിക്കും. മാലയും നവരത്നങ്ങളുടെ മാലയും ഉണ്ട്. ക്രിസ്ത്യൻ ലോക് ബാഹുമേ മാല ഡാൽത്തേക്ക്. ക്രിസ്ത്യൻസും അവരുടെ കൈകളില് മാലയുമായിട്ട് നടക്കുന്നു. 8 രത്ന അഥവാ ഊപ്പർ ഫുൽ ഹോത്താഹി. 8 രത്നങ്ങളും പിന്നെ എന്താണ് മുകളിൽ പുഷ്പവും കാണിച്ചിരിക്കുന്നത്. മുക്തി വാലോക്കി മാലാകെ. ഇതാണ് മുക്തി അല്ലെ. മുക്തിയില് പോകുന്നവരുടെ മാലയാണ്. മുക്തി നൽകുന്നവരുടെ മാലയാണിത്. ബാക്കി ജീവൻ മുക്ത അഥവാ പ്രവൃത്തി മാർഗ വാലോക്കി മാല പുൽക്കെ സാത്ത് യുഗൾ ദാനാഭി സിരൂർ ഹോത്ത. ബാബ പറയാണ്
അതായത് ജീവൻ മുക്തരായിട്ടുള്ളവരുടെ മാല എന്ന് പറയുമ്പോൾ ഗൃഹസ്ഥ മാർഗത്തിലുള്ളവരുടെ മാലയാണ്. അല്ലെ, പുഷ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പുഷ്പത്തിന്റെ അപ്പുറം ഇപ്പുറയും ജോഡികളായിട്ടുള്ള രണ്ട് അല്ലെ ആ രണ്ട് മുത്തുകളെയും കാണിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് ഗൃഹസ്ഥന്റെ മാലയാണ്. ജീവൻ മുക്തരെന്ന് പറയുമ്പോൾ ഗൃഹസ്ഥ മാർഗത്തിലുള്ളവരാണ്. ഇവരുടെ കയ്യിൽ എപ്പോഴും കൊന്തയൊക്കെ ഉണ്ടല്ലോ, അത് പറയുന്ന മുക്തിയുടെ മാലയാണ്. तो अर्थ भी समझाना है, शायद वो कोप की भी नंबरवार माला बनाते. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി കൊടുക്കണം. അല്ലെ, പോപ്പിന്റെയും നമ്പർവാർ ആയിട്ടാണ് മാല നിർമ്മിക്കപ്പെടുന്നത്. ഏ മാലാക്കോ ഉലോക്യോ മാലിക്കിനെ, അവർക്ക് ഈ മാലയുടെ രഹസ്യം, അവര് മാല ജപിക്കുന്നുണ്ടെങ്കിലൊക്കെ മാലയുടെ രഹസ്യം ഒന്നും അവർക്ക് അറിയില്ല. വാസ്തവത്തിൽ മാലത്ത ഇരിക്കും സഭി പേർത്തേ, വാസ്തവത്തില് മാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ 108 മണിമാല, വിജയികളായിട്ടുള്ള ആത്മാക്കളുടെ മാല, അല്ലെ പാസ്റ്റിത്തെ ഓണേഴ്സിന്റെ മാല, ഇതൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് അറിയാം. അവർക്ക് ഇതൊന്നും മാല ജപിക്കുന്നുണ്ടെങ്കിലും അറിയില്ല. ശിവബാബ അവർക്കും വെച്ച് ഏറ്റവും മേനത്ത് കത്തിപ്പോ. ശിവബാബയും നമ്മൾ കുട്ടികളുമാണ് ഈ സമയത്ത് പരിശ്രമിക്കുന്നത്. അല്ലെ, ബാബ കുട്ടികളെ എന്താണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ യോഗ്യരാക്കാൻ വേണ്ടി ബാബ പുരുഷാർത്ഥം ചെയ്യുന്നു. അതേപോലെ കുട്ടികളും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസവും വന്ന് ബാബ നമ്മളെ മുരളി കേൾപ്പിക്കുന്നു, നമ്മൾക്ക് ഗൈഡൻസ് നൽകുന്നു, അല്ലെ കുട്ടികളുടെ തെറ്റുകളെ തിരുത്തുന്നു. അപ്പൊ അത് ബാബയുടെ പുരുഷാർത്ഥമാണ്. അല്ലെ, അപ്പൊ ബാബയും കുട്ടികളുമാണ് ഈ സമയത്ത് പുരുഷാർത്ഥം ചെയ്യുന്നവര്, പരിശ്രമിക്കുന്നവര്. അഗർ അഗർ തും കിസ്കോ ഭി ബൈറ്റ് സംജാവോ മാല കിസ്കെ ബൈറ്റ് ഹുയി ഹൈ ജട്ട് സമജ് ജായേംഗെ. അല്ലെ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുത്തോളൂ ഈ മാല എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത്, ആരുടെ മാലയാണിത്, ഇതിലെ മുത്തുകൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. അല്ലെ, നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. തുമാര പ്രൊജക്ടർ വിലായത് തക് ഭി ജായേഗ സംജാനെ വാലി ജോഡി ഭി ചാഹിയെ. ബാബ പറയാണ് നിങ്ങളുടെ പ്രൊജക്ടർ ഷോ അല്ലെ ഫോറിൻ കൺട്രീസിലേക്കും ചെല്ലണം, അവിടെയും എത്തണം. ബാബ പറയാൻ മനസ്സിലാക്കി കൊടുക്കുന്നവർ ജോഡികളായിരിക്കണം, മനസ്സിലാക്കി കൊടുക്കാൻ സമർത്ഥരായിരിക്കുന്ന ജോഡികൾ വേണം. ഏ പ്രവൃത്തി മാർഗം, കാരണം ഇത് ഗൃഹസ്ഥ മാർഗമാണ്. ബാബ പരിചയം സബ്കോ ദേനാഹി, ബാബയുടെ പരിചയം എല്ലാവർക്കും നൽകണം. ഈ സൃഷ്ടി ചക്രക്കോ ഭി ജാനനാ ഹൈ, ഈ സൃഷ്ടി ചക്രത്തെയും അറിയണം. ജോ ചക്രോക്കോ നഹീ ജാനത്തെ ഉനേ ക്യാ കഹേ, ചക്രത്തെ കുറിച്ച് അറിയാത്തവരെ കുറിച്ച് എന്ത് പറയാനാണ്. സത്യയുഗമേ തും സർവഗുണ സമ്പന്ന സ്വലകല സമ്പൂർണത, സത്യയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ സർവഗുണ സമ്പന്നരും 16 കല സമ്പൂർണരുമായി. അവർ ബന്ധേ പോകും, ഇപ്പോൾ നമ്മൾ വീണ്ടും സർവഗുണ സമ്പന്നരും 16 കല സമ്പൂർണരുമായി തീരുകയാണ്. തോ തും യേ പഠായി പഠിക്കർ ഇതിനെ ഊഞ്ച് ബനേ ഹോ. ബാബ പറയാണ് ഈ പഠിപ്പ് പഠിച്ച് നിങ്ങൾ എത്രയോ ഉയർന്നവരായി മാറുകയാണ്. രാധേ കൃഷ്ണ അലഗലഗ് രാജധാനിക്കല്ലേ, രാധയും കൃഷ്ണനും വേറെ വേറെ രാജധാനിയിൽ ഉള്ളവരായിരുന്നു. സ്വയംവർ കെ ബാദ് ലക്ഷ്മി നാരായൺ ബന്ധേ, സ്വയംവരത്തിന് ശേഷമാണ് ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നത്. ലക്ഷ്മി നാരായൺ പോയി ബച്പൻ കാ ചിത്രം നഹീ ദിഖാ ഹൈ, ലക്ഷ്മി നാരായണന്റെ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടിക്കാലത്തെ ചിത്രങ്ങളൊന്നും കാണിക്കുന്നില്ല. സത്യയുഗമേ തോ കിസ്കി സ്ത്രീ അകാൽ മർത്തി നഹീ ഹൈ. അല്ലെ, ബാബ പറയാണ് കുട്ടികളെ സത്യയുഗത്തിലാണെങ്കിൽ അപ്പൊ ശരിക്കും രാധയും കൃഷ്ണനുമാണ് ലക്ഷ്മി നാരായണനായിട്ട് മാറുന്നത് എന്ന് ആർക്കും അറിയില്ല. അപ്പൊ ലക്ഷ്മിനാരായണന്റെ കുട്ടിക്കാലത്തൊന്നും കാണിക്കുന്നില്ല. ബാബ പറയാണ് സത്യയുഗത്തില് ആരുടെയും ഭാര്യമാര് അകാല മരണം സംഭവിക്കില്ല. അല്ലെ, അവർക്കൊന്നും അകാല മരണം ഒരിക്കലും സംഭവിക്കില്ല. സബ് പൂരെ ടൈം പർ ശരീർ ചോട്ടെ, എല്ലാവരും കൃത്യമായിട്ട് തന്റെ ആയുസ് പൂർത്തിയാക്കിയിട്ടാണ് ദേഹം വെക്കുന്നത്. അല്ലെ, അവിടെ എല്ലാവരുടെയും ആയുസ് എത്രയാണ്? ഇവിടെ നമ്മൾ ആയുസ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ പോലും ആയുസ് ഡിഫറെന്റ് ആണ്, എല്ലാവരുടെയും ഒരുപോലെയല്ല. അല്ലെ, അതായത് മരണം പലരുടെയും പല വയസ്സിലാണ്. ഇവിടെ ആരുടെയും ഒരേപോലെ മരണം സംഭവിക്കുന്നില്ല, പല പല വയസ്സിലാണ് പലരും മരിക്കുന്നത്. പക്ഷെ ബാബ പറയാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 150 വയസ്സെന്ന് പറഞ്ഞാൽ ആ 150 വയസ്സ് പൂർത്തീകരിച്ചിട്ടാണ് ഓരോരുത്തരും അല്ലെ ഓരോ ദേവതകളും ദേഹം പിടിക്കും. രോനയ്ക്ക് ദർക്കാർ നഹീ,
കരച്ചിന്റെ ആവശ്യമുണ്ടോ? കരയേണ്ട കാര്യമുണ്ടോ? നാംഗിലെ പാരഡൈസ് ബാബ പറയുന്ന സ്വർഗത്തിൽ ആരാ കരയുന്നേ? സ്വർഗത്തിൽ എല്ലാവരും സന്തോഷം നിറഞ്ഞവരല്ലേ, അല്ലെ? എപ്പോഴും സന്തോഷം നിറഞ്ഞവരാണ്. സ്വർഗത്തിൽ ആരും കരയില്ല. ഈ സമയം അമേരിക്ക, റഷ്യ ആദി जो भी है सब में है माया का भक्त। ബാബ പറയാൻ ഈ സമയത്ത് അമേരിക്കയും റഷ്യയും അല്ലെ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് മായയുടെ ഷോയാണ്. എയറോപ്ലെയിൻ മോട്ടർ ആദി സബ് ബാബാക്കെ പോത്തെ ഹി നിക്കലി. ഈ എയറോപ്ലെയിനും ഈ വാഹനങ്ങളും എല്ലാം അല്ലെ എപ്പോഴാണോ കുട്ടികള് ബാബയുടേതായത് അതിനുശേഷം ഉണ്ടായിട്ടുള്ളതാണ്. 100 വർഷമേ ഒരു വർഷത്തിനുള്ളിലാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. മൃഗതൃഷ്ണ മിസൽ രാജ്യം. ശരിക്കും എന്താണ്? മൃഗതൃഷ്ണ പോലെയുള്ള ഒരു രാജ്യമാണിത്. മൃഗതൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്താണ്? മണലാരണ്യങ്ങളിലെ ഈ മാനുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ സൂര്യന്റെ പ്രകാശം ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഇങ്ങനെ അല്ലെ ആ സൂര്യന്റെ പ്രകാശം പതിക്കുമ്പോ ദൂരെ നിന്ന് നോക്കുമ്പോ ജലാശയമാണെന്ന് തോന്നും. അപ്പൊ ജലാശയമാണെന്ന് വിചാരിച്ചിട്ട് ഓടി വെള്ളം കുടിക്കാനുള്ള ആർത്തിയോട് കൂടി ഓടി ചെല്ലുമ്പോ അവിടെ എന്താണ്? ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലെ? അവിടെ സൂര്യന്റെ തീക്ഷ്ണമായ കിരണങ്ങൾ പതിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലാതെ അവിടെ ഒന്നുമില്ല. അപ്പൊ ആ മൃഗദർശനയ്ക്ക് സമാനമാണ് ഈ ലോകം, ഈ രാജ്യം. എനിക്കോ മായക്ക പാമ്പ് കാജാത്തായി. ഇവിടെ കാണുന്നത് മുഴുവൻ മായയുടെ ഷോയാണ്. പറയുന്നത് ഇവിടെ കാണുന്നത് മുഴുവൻ എന്താണ്? മായയുടെ ഷോയാണ്. അപ്പൊ കുട്ടികളെ ബാബയുടേതായപ്പോഴാണ് അല്ലെ, ബാബ വന്നപ്പോഴാണ് ഇങ്ങനെ എയർപ്ലെയിനും മറ്റ് ഓരോരോ വാഹനങ്ങളെല്ലാം ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. സയൻസ് കാ പിച്ചാടി കാ ബക്കാക്കി. സയൻസിന്റെ അന്തിമ സമയത്തെ ഷോയാണിത്. അല്പകാലത്തേക്ക് വേണ്ടി കഥം കുച്ചായിട്ട് ഇതെല്ലാം സമാപ്തമാകും, അല്ലെ? സയൻസ് മനുഷ്യർക്ക് എന്തെല്ലാം നിർമ്മിച്ചു തന്നു, അല്ലെ? പക്ഷെ സയൻസ് നിർമ്മിച്ചു തന്നതിലെല്ലാം മറ്റൊരു ഭാഗത്ത് എന്തുണ്ട്? അപകടം പതിയിരിപ്പുണ്ട്. ഒരു ഭാഗത്ത് സുഖമുണ്ടെങ്കിൽ മറുഭാഗത്ത് അപകടം പതിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. നമ്മുടെ പെരുമ്പളത്ത് ഉള്ള നമ്മുടെ ഒരു മാതാജിയാണ് ബാബയുടെ കുട്ടി വിജയമ്മ മാതാജി. മാജിയുടെ മകൻ 10-20 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോ എറണാകുളത്ത് ജോലിക്ക് പോയായിരുന്നു. ജോലിക്ക് പോണ വഴിയില് ഒരു ഓമിയായിട്ട് ഇടിച്ച് ആ വണ്ടി വന്ന് പുറകിലിടിക്കുക അങ്ങനത്തെ ചെയ്തിട്ട് ഇടിച്ചിട്ട് ഹെഡ് ഇഞ്ചറി ആണ്. അപ്പൊ ടേക്ക് ഷോറിലേക്ക് ആളുകൾ എടുത്തു. ടേക്ക് ഷോറിലാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിരുന്നു, തിങ്കളാഴ്ച ഞാൻ പോയിരുന്നു അവിടെ ടേക്ക് ഷോറിൽ. അപ്പൊ അതായത് ഒന്ന് എനിക്ക് കണ്ണൊന്നും തുറന്നിട്ടില്ല. ഇപ്പൊ ഒരു 8-9 ദിവസമായി കാണും. കണ്ണൊന്നും തുറന്നിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പൊ കാലൊക്കെ അനക്കിയെന്ന് പറഞ്ഞു സമയത്ത്. ഒരു ചെറിയൊരു ഇത് കാരണം നല്ലൊരു കുട്ടിയായിരുന്നു. 2 മക്കളാവും. നല്ലൊരു മോനാണ്. ആ മോനാണ് പ്രതീക്ഷ. കാരണം മാജിയുടെ ഹസ്ബൻഡ് രേഖ പിടിക്കില്ല. അപ്പൊ മോനാണ് അവരുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ യോഗം ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടി, ആ ആത്മാവിന് വേണ്ടി വേണം ആ കുട്ടി അല്ലെ ചാടി എണീക്കണം. അപ്പൊ അവിടെ ജ്ഞാനം കേട്ടുള്ള കുട്ടിയാണ്. ഇടയ്ക്ക് അരിന്തയുടെ കൂടെ ഒരാഴ്ച അരിന്തയെ വിളിച്ച് അമ്പലപ്പുഴ നിർത്തിയിരുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരുടെ കൂട്ടുകാരിലേക്ക് പോകുമ്പോ ഇവിടേക്ക് വരില്ല, സ്വാഭാവികം. അപ്പൊ ആ മോനെ ഒന്നും സംഭവിക്കാതെ ബാബ അല്ലെ ആ കുട്ടി നല്ല ആയുസ് നൽകാനായിട്ട് നമ്മുടെ കയ്യിൽ യോഗം ചെയ്യും. അപ്പൊ ബാബ പറയാൻ ഈ ലോകത്തിലെല്ലാം മായയുടെ ഷോയാണ്, അല്ലെ? സയൻസിന്റെ അന്തിമ ഷോയാണ് അല്പകാലത്തേക്ക്. ഇതെല്ലാം സമാപ്തമാകും. फिर स्वर्ग में काम आएंगे. പിന്നെ നമുക്ക് ഇതെല്ലാം സ്വർഗത്തിൽ പ്രയോജനപ്രദമാകും. മായയ്ക്ക് പാമ്പ് സെ ഖുഷി ഭി മനായെങ്കെ തോ വിനാശ് ഭി ഹോഗാ. മായയുടെ ഷോയിൽ മായയുടെ ഷോയാണ് ഇതല്ല. അപ്പൊ ഇതില് നമ്മൾ സന്തോഷം ആഘോഷിക്കും, പക്ഷെ ഒപ്പം തന്നെ വിനാശവും നടക്കും. അബദ്ധം ശ്രീമസ്തെ രാജായി ദേവി. ഈ സമയത്ത്
ബാബയുടെ ശ്രീമത്തിലൂടെ നമ്മൾ രാജ്യഭാഗ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഏ രാജായി ഹംസെ കോയി ചിഹ്നകി സത്തേ. ബാബ പറയാണ് ഈ രാജ്യഭാഗ്യം നമ്മളിൽ നിന്നും ആർക്കും തട്ടിയെടുക്കുവാൻ സാധിക്കില്ല. വഹാ കോയി ഉപദ്രവനേക്ക് പോകാം ക്യോങ്കി വഹാ മായാഹി. ബാബ പറയാണ് സത്യയുഗത്തിലും ത്രേതായുഗത്തിലും സ്വർഗ രാജധാനിയിൽ നമുക്ക് ഒരു ഉപദ്രവവും ഉണ്ടായിരിക്കില്ല. കാരണം എന്താണ്? അവിടെ മായയില്ല. ബാബ സംജാത്തേക്ക് ബച്ചേ അച്ചി തരം പഠിക്കും. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ നല്ല പോലെ പഠിക്കും. परंतु साथ साथ बाबा ये भी जानते हैं कल्प पहले मुवाफिक ही सबको पढ़ना है. ഒപ്പം തന്നെ ബാബ അല്ലെ और साथ साथ बाबा ये भी जानते हैं. ബാബയ്ക്ക് അറിയാം, ബാബ എല്ലാ കൽപ്പത്തിലും വന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ സംഗമത്തിലും വന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ബാബയ്ക്കും അറിയാം നമ്മൾ കുട്ടികള് അല്ലെ എങ്ങനെയാണ് പഠിക്കുന്നത് അല്ലെ. കൽപ്പം മുമ്പത്തേതുപോലെയാണ് എല്ലാവരും പഠിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെ പഠിച്ചോ അതേപോലെയാണ് ഇപ്പോഴും പഠിക്കുന്നത്. കഴിഞ്ഞ കൽപ്പത്തിൽ ഏത് ദൃശ്യമാണോ നടന്നത് അതേ ദൃശ്യം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നരകോ സ്വർഗ ബനാനേക്കാ കല്യാണക്കാരി പാട്ട് കൽപ്പ് പേരെ മുവാഫിക്ക് ചരിത്രമാക്കി. നരകത്തെ സ്വർഗമാക്കി മാറ്റുന്ന ആ മംഗളകാരിയായ പാട്ട് കൽപ്പം മുമ്പത്തേതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇസ് ധർമ്മ കാ നഹീ ഹോഗാ ഉनको ज्ञान में बैठेगा ही नहीं. ഈ ധർമ്മത്തിൽ പെടാത്തവർക്ക് ഒരിക്കലും ഈ ജ്ഞാനം അവരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ബാബ ടീച്ചർ ഹേ तो बच्चों को भी टीचर बनना पड़े. ബാബ ടീച്ചറാണ്, കുട്ടികളും ആരാകണം? ടീച്ചറായിട്ട് മാറണം. വിലായത്തൊക്കെ ये पढ़ाने के लिए बच्चे വിദേശ രാജ്യങ്ങളിലും അല്ലെ പരമാത്മാ ജ്ഞാനം പഠിപ്പിക്കുവാനായിട്ട് കുട്ടികളെ പോകുന്നു. इंटरप्रेटर भी साथ में होशियार चाहिए तो मेहनत तो करनी है. അപ്പൊ ബാബ പറയാണ് അല്ലെ, ഇവിടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികള് എങ്ങനെയായിരിക്കണം? വളരെ സമർത്ഥരായിരിക്കണം. അതുകൊണ്ട് അല്ലെ പഠിപ്പിക്കുവാനായിട്ട് കുട്ടികള് പോകുകയാണ്. വളരെയധികം പരിശ്രമിക്കണം. തും ഈശ്വരീയ ബച്ചോ की चलन बहुत ऊंची चाहिए. सत्य में चलन होती ही ऊंची और रोयल. ബാബ പറയാണ് നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സ്വഭാവം വളരെ ഉയർന്നതായിരിക്കണം. സത്യയുഗത്തില് അല്ലെ നിങ്ങളുടെ പെരുമാറ്റം വളരെ ഉയർന്നതും വളരെ റോയലുമാണ്. നിങ്ങൾ വളരെ റോയലായ രാജകീയമായ വളരെ ഉയർന്ന സംസ്കാരമുള്ളവരാണ് അല്ലെ, ഉയർന്ന പെരുമാറ്റമുള്ളവരാണ്. ഇവിടെ കുട്ടികളെ ബാബ ആരാക്കി മാറ്റാണ്? ആടിൽ നിന്നും സിംഹമാക്കി മാറ്റും. പിന്നെ എന്താണ്? കുരങ്ങിനിൽ നിന്നും ദേവതയാക്കി മാറ്റും. ഓരോ കാര്യത്തിലും കുട്ടികൾ ആരായിരിക്കണം എന്ന് ബാബ പറയും? നിരഹങ്കാരിയായിരിക്കണം. अपने अहंकार को तोड़ना चाहिए. തന്റെ അഹങ്കാരത്തെ ഉപേക്ഷിക്കണം. യാദ് രഖ്നാ चाहिए जैसा कर्म हम करेंगे हमको देख और करेंगे. അല്ലെ, കുട്ടികൾക്ക് എപ്പോഴും ഈ ഓർമ്മ വേണം, ഞാൻ എപ്രകാരമുള്ള കർമ്മം ചെയ്യുന്നുവോ എന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യും എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. तो अपने हाथ से बर्तन साफ करेंगे सब कहेंगे कितने निरहंकारी. കുട്ടികൾ അല്ലെ പാത്രം കഴുകാണ് എങ്കില് മറ്റുള്ളവരെ പറയും എത്ര നിരഹങ്കാരികളാണ്. സബ്കുച്ച് ഹാസ്യ കർത്തേ. അല്ലെ ബാബ ചെയ്യുമ്പോ കുട്ടികൾ പറയും അല്ലെ. അപ്പൊ നിങ്ങള് ആരും ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോ പറയും എത്ര നിരഹങ്കാരിയാണ്, എല്ലാം തന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്നു. तो और ही ജാസ്തി മാൻ പോകാം. അങ്ങനെ എല്ലാം നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാന്യത ഉണ്ടാകും. അഹങ്കാർ പക്ഷെ നമ്മളിൽ അഹങ്കാരം വരുമ്പോൾ ബാബയുടെ ഹൃദയത്തിൽ നിന്ന് നമ്മള് താഴേക്ക് പോകുന്നു. ജബ്തക്ക് ഊഞ്ച അവസ്ഥ നഹീ ബനി तो दिन भर नहीं चढ़ेगी. ഉയർന്ന അവസ്ഥ കുട്ടികളിൽ വരാത്തിടത്തോളം കുട്ടികള് ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കില്ല. നമ്പർ വാർ മർത്തബേത്തോ ഹോത്തേക്കിന. നമ്പർ വാർ ആണ് പദവി എന്ന് പറയുന്നത്. ജിൻകെ പാസ് ബഹുത് ധനി വോ ഫസ്റ്റ് ക്ലാസ് മഹൽ ബനാതെ. ആരുടെ പക്കലാണോ നിറയെ സമ്പത്തുള്ളത് അവര് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുള്ള കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു. ऐसे नहीं जो ड्रामा में होगा
वो नसीब में होगा. അങ്ങനെയല്ല, നാടകത്തിലുള്ളതാണ് എന്റെ ഭാഗ്യത്തിൽ ഉണ്ടാകുള്ളൂ. കയ്യെ കയാൽ അനസ്തിക്ക് നാപ്പാസ് ജായേ. ഇങ്ങനെയുള്ള ചിന്തകൾ നാടകത്തിൽ ഉണ്ടെങ്കിൽ, എന്റെ ഭാഗ്യത്തിൽ ഉണ്ടെങ്കിൽ, ഈ ചിന്തകൾ വന്നാൽ തന്നെ തോറ്റുപോകും. നസീബ് ബടാനാകി, തന്റെ ഭാഗ്യത്തെ നിർമ്മിക്കണം, വലുതാക്കണം, വളർത്തണം, വർദ്ധിപ്പിക്കണം. രാത്രി പഠനാക്കി, രാത്രിയും പകലും വളരെയധികം പരിശ്രമിച്ചിട്ട് പഠിക്കണം. ഏതൊക്കെ ജീവനെ വാല ബന്നാക്കി, നിദ്രയെ ജയിച്ചവരായി മാറണം. രാത്രി को विचार सागर मंथन करने से तुमको बहुत मजा आएगा. രാത്രിയിലെ വെളുപ്പിനെ ഉണർന്ന് വിചാരസാഗരം മഥനം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ആനന്ദം ഉണ്ടാകും. ബാബാക്കോ कोई बतलाते नहीं, बाबा हम ऐसे विचार सागर मंथन करते हैं. ബാബയോട് ബാബയോട് ആരും പറയുന്നില്ല, ബാബയോട് കുട്ടികൾ പറയുന്നില്ല, ബാബ ഞാൻ വെളുപ്പിന് 2 മണിക്കൂർ ഉണർന്നിരുന്ന് ഇങ്ങനെ വിചാരസാഗരം മഥനം ചെയ്തു അല്ലെ എന്ന് ബാബയുടെ അടുത്ത് കുട്ടികൾ തന്റെ പുരുഷാർത്ഥത്തെ കുറിച്ച് പറയുന്നില്ല. ബാബ സമസ്തയിലെ പോയി ഉദ്ദേശിക്കുന്നില്ല, ആരും എണീക്കുന്നില്ലെന്നാണ് ബാബ വിചാരിക്കുക. ഉടുക്കാൻ യാതൊരു പറ്റൂ, വെളുപ്പിനെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ. ऐसे ऐसे ख्याल किया जाते हैं, ये सृष्टि का चक्र कैसे करता है. അല്ലെ, വെളുപ്പിനെ ഉണർന്നിരുന്ന് ചിന്തിക്കണം, ഈ കാലചക്രം എങ്ങനെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മതവാസി ബ്രഹ്മ വിഷ്ണു ശങ്കർ, ഏറ്റവും ഉയർന്നതിനും ഉയർന്നത് ബാബയാണ്. പിന്നെ സൂക്ഷ്മതവാസി ബ്രഹ്മ വിഷ്ണു ശങ്കരൻ. അപ്പൊ ഈ ബ്രഹ്മാവ് എന്താണ്, വിഷ്ണു എന്താണ് ചിന്തിക്കണം. വിചാരസാഗരം മഥനം ചെയ്യാനുള്ള സബ്ജക്ട് പറഞ്ഞില്ലേ ബാബ അല്ലേ. ऐसे വിചാരസാഗർ മന്ഥൻ കർണ चाहिए. കുട്ടികൾ ഇങ്ങനെ വിചാരസാഗര മഥനം ചെയ്യണം അല്ലെ. അപ്പൊ വെളുപ്പിനെ ഉണർന്നിട്ട് അല്ലെ, നമ്മുടെ അനാദി കാലത്തിൽ നമ്മൾ എങ്ങനെയായിരുന്നു അല്ലെ, പരംധാമത്തില് അല്ലെ, നമ്മള് ബാബയുടെ കൂടെ ആ നിരാകാരി വൃക്ഷത്തിൽ, തിളകിലായി നിരാകാരി വൃക്ഷത്തിൽ നമ്മള് എങ്ങനെ പളവള മിന്നിത്തിളങ്ങി അല്ലെ, നമ്മുടെ സമ്പൂർണതയിലും സമ്പന്നതയിലും നമ്മൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മള് ഭാവനയിൽ കാണണം അല്ലെ. പിന്നെ സത്യയുഗം കാണണം. സത്യത്തിൽ നമ്മൾ എങ്ങനെ ദേവതയായിരുന്നു അല്ലെ, ചിന്തിക്കണം. സത്യയുഗം എങ്ങനെയാണ് അല്ലെ, അവിടെയുള്ള കൊട്ടാരങ്ങൾ എങ്ങനെയാണ് അല്ലെ, അവിടെയുള്ള പ്രകൃതി എങ്ങനെയാണ് അല്ലെ, അവിടെയുള്ള ദേവതകൾ എങ്ങനെയാണ് അല്ലെ, എല്ലാം നമ്മളുടെ ഭാവനകളിൽ കാണണം അല്ലെ. പിന്നെയോ പിന്നെന്തെല്ലാം കാണണം, ഇതൊക്കെ നമ്മുടെ ഭാവനകളിൽ കാണണം. പിന്നെ നമ്മള് സത്യയുഗം ത്രൈതായുഗത്തിൽ നമ്മളെ കണ്ടതിന് ശേഷം ദ്വാപരയുഗം മുതല് നമ്മൾ ഭക്തനായെങ്കിലും ദ്വാപരയുഗം മുതൽ നമ്മൾ പൂജനീയ ദേവതകളാണ് അല്ലെ. അവരുടെ ദേവതകൾ ആരാണ്, ഭഗവാൻ ഭഗവതികളാണ്. അപ്പൊ ആ ദേവീ ദേവതകൾ എങ്ങനെ പൂജിക്കുന്നു, നമ്മൾ എങ്ങനെ പൂജനീയ ദേവതയാണ്, നമ്മുടെ പൂജനീയ സ്വരൂപം എന്താണ് അല്ലെ, അതിനെ നമ്മൾ നമ്മുടെ ഭാവനയിൽ കാണുന്നു. ദ്വാപരയുഗം മുതൽ അന്ത്യം വരെയും ഭക്തര് ദേവതകളെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ഭക്തര് ദേവതകളുടെ അല്ലെ, ദേവതകളുടെ ഇഷ്ടദേവതകളുടെ ഭക്തരാണ്. അപ്പൊ ആ ഇഷ്ടദേവതകളുടെ സ്വരൂപം എന്താണ് നമ്മൾ ഭാവനയിൽ കാണണം, സ്വയത്തിൽ അതിനെ അനുഭവം ചെയ്യണം. പിന്നെ കലിയുഗത്തിന്റെ അന്ത്യത്തില് നമ്മള് ബ്രാഹ്മണനായി അല്ലെ. ഇപ്പൊ നമ്മുടെ ബ്രാഹ്മണ സ്വരൂപം നമ്മള് സംഗമയുഗി ബ്രാഹ്മണനാണ്. അപ്പൊ നമ്മുടെ ബ്രാഹ്മണ സ്വരൂപത്തെ നമ്മുടെ ഭാവനയിൽ കാണണം. നമ്മൾ എങ്ങനെയുള്ള ബ്രാഹ്മണനാണ്, എങ്ങനെയുള്ള പുരുഷാർത്ഥിയാണ് അല്ലെ. അപ്പൊ നമ്മളിലെ ആ ബ്രാഹ്മണന്റെ വ്യക്തിത്വം, നമ്മൾ എത്രമാത്രം നമ്മുടെ പുരുഷാർത്ഥത്തിൽ മുന്നേറുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മള് പുറകിലാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ മുന്നിലാണ് അല്ലെ, നമ്മളെ ചെക്ക് ചെയ്യണം, നമ്മളെ ചേഞ്ച് ചെയ്യണം, നമ്മുടെ ഭാഗ്യത്തെ ഉണരണം. നമ്മൾ ആരുടെ കുട്ടിയാണെന്ന് ഓർത്ത് അഭിമാനിക്കണം, ലഹരിയിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാഹ്മണന്റെ സമ്പൂർണതയുടെ സമ്പന്നതയുടെ സ്വരൂപം അല്ലെ, നമ്മുടെ മാലാഖ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യണം അല്ലെ. നമ്മൾ ഡബിൾ ലൈറ്റ് മാലാഖയാണ്, ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന തന്റെ അവ്യക്ത സ്വരൂപധാരിയായ മാലാഖയാണ്. ദേഹമല്ല, മാലാഖയാണ്, അവ്യക്ത രൂപധാരിയായ മാലാഖയാണ്. ആ മാലാഖ സ്വരൂപത്തിന്റെ അനുഭവം ചെയ്യണം അല്ലെ. സർവ്വഗുണങ്ങളും സർവശക്തികളും സർവവിശിഷ്ടകളും സർവ്വ നന്മകളും എല്ലാം നിറഞ്ഞ മാലാഖയാണ് ഞാൻ. മാലാഖ സ്വരൂപത്തെ ഓർമ്മിക്കണം. അങ്ങനെ സൃഷ്ടിചക്രത്തെ വെളുപ്പിനെ ഉണർന്ന് അല്ലെ, വളരെ വിശാലമായും മനോഹരമായും എന്ത് ചെയ്യണം, വിചാരസാഗര മഥനം ചെയ്യണം. ചക്രം കറക്കണം. അപ്പൊ നമുക്ക് ആരാകാൻ പറ്റും, ചക്രവർത്തി രാജാവാകാൻ സാധിക്കും.
अच्छा बेटे बेटे सिक्किलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी बाप के रूहानी बच्चों को नमस्ते। रूहानी बच्चों की रूहानी बाप को नमस्ते। धारणा के लिए मुख्य सार। फर्स्ट पॉइंट, जो कर्म हम करेंगे हमको देख और करेंगे, इसलिए हर कर्म पर ध्यान देना है। പ്രകാരമുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ, പ്രകാരമുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ, നമ്മെ കണ്ട് മറ്റുള്ളവർ ചെയ്യും. അതുകൊണ്ട് ഓരോ കർമ്മത്തിലും ശ്രദ്ധ പതിപ്പിക്കണം. പ്രകാരമുള്ള കർമ്മം നമ്മൾ ചെയ്യുന്നുവോ, നമ്മെ കണ്ട് മറ്റുള്ളവർ ചെയ്യും. അതുകൊണ്ട് ഓരോ കർമ്മത്തിലും ശ്രദ്ധ പതിപ്പിക്കണം. വളരെ വളരെ വിനയചിത്തനും നിരഹങ്കാരിയുമാകണം. വളരെ വളരെ വിനയചിത്തനും നിരഹങ്കാരിയുമാകണം. അഹങ്കാരത്തിന്റെ കൊമ്പ് വെട്ടിക്കളയണം. ഈ അസുരന്മാർക്കെന്നെ കൊമ്പ് കാണിച്ചിട്ടില്ലേ, കാണിച്ചത് കണ്ടിട്ടാ അല്ലെ? ദേവതകൾക്ക് മനുഷ്യർക്കില്ല, അസുരന്മാർക്ക് മാത്രമേ താൻ രണ്ട് കൊമ്പ്. അതെന്താണ്? അഹങ്കാരത്തിന്റെയാണ്. ഇത് വെട്ടിക്കളയണം. സെക്കൻഡ് പോയിന്റ്, अपना नसीब ऊंच बनाने के लिए अच्छी रीति पढ़ाई पढ़नी. തന്റെ ഭാഗ്യത്തെ ഉയർന്നതാക്കി മാറ്റുന്നതിന് വേണ്ടി തന്റെ ഭാഗ്യത്തെ ഉയർന്നതാക്കി മാറ്റുന്നതിന് വേണ്ടി നല്ലപോലെ പഠിപ്പ് പഠിക്കണം. നല്ലപോലെ പഠിപ്പ് പഠിക്കണം. വെളുപ്പിനെ ഉണർന്ന് അതിരാവിലെ ഉണർന്ന് ബാബയെ ഓർമ്മിക്കുന്നതിന്റെ ലഹരി വേണം. ബാബയെ ഓർമ്മിക്കാനുള്ള തീവ്ര താല്പര്യം വേണം. വെളുപ്പിനെ ഉണർന്ന് ബാബയെ ഓർമ്മിക്കുവാനുള്ള തീവ്ര താല്പര്യം വേണം. ത്രികാലദർശി സ്ഥിതിയിലൂടെ കൺഫ്യൂസ്ഡ് ആകുന്ന പരിതസ്ഥിതികളെ വരദാനം. ത്രികാലദർശി സ്ഥിതിയിലൂടെ കൺഫ്യൂസ്ഡ് ആകുന്ന പരിതസ്ഥിതികളെ ആനന്ദത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന കർമ്മയോഗി ഭവ. ആനന്ദത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന കർമ്മയോഗി ഭവ. ത്രികാലദർശികളായ കുട്ടികൾ കുട്ടികൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിലും കൺഫ്യൂസ്ഡ് ആകാൻ കഴിയില്ല. അവരുടെ മുന്നിൽ 3 കാലങ്ങളും സ്പഷ്ടമാണ്. അവരുടെ മുന്നിൽ 3 കാലങ്ങളും സ്പഷ്ടമാണ്.
ലക്ഷ്യവും മാർഗവും സ്പഷ്ടമാണെങ്കിൽ ആരും കൺഫ്യൂസ്ഡ് ആകുന്നില്ല. ലക്ഷ്യവും മാർഗവും സ്പഷ്ടമാണെങ്കിൽ ആരും കൺഫ്യൂസ്ഡ് ആകുന്നില്ല. ത്രികാലദർശികളായ ആത്മാക്കൾ ഒരിക്കലും ഒരു കാര്യത്തിലും ആനന്ദമല്ലാതെ മറ്റൊന്നും അനുഭവം ചെയ്യുന്നില്ല. പരിതസ്ഥിതികൾ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണെങ്കിലും ബ്രാഹ്മണ ആത്മാവ് അതും ആനന്ദത്തിലേക്ക് പരിവർത്തനം ചെയ്യും. പരിതസ്ഥിതികൾ കൺഫ്യൂസ്ഡ് ആക്കുന്നതാണെങ്കിലും ബ്രാഹ്മണ ആത്മാക്കൾ അതും പരിവർത്തനം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും തവണ പാർട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സ്മൃതി കർമ്മയോഗിയാക്കി മാറ്റുന്നു. അവർ ഓരോ കർമ്മവും ആനന്ദത്തോടെ ചെയ്യും. സ്ലോഗൻ सर्वരുടെയും ബഹുമാനം പ്രാപ്തമാക്കണമെങ്കിൽ സർവ്വകാ സമ്മാൻ പ്രാപ്ത കർണാകെ ഹരേക്കു സമ്മാനം. സർവരുടെയും ബഹുമാനം പ്രാപ്തമാക്കണമെങ്കിൽ ഓരോരുത്തർക്കും ബഹുമാനം നൽകും. ബാബയ്ക്ക് ബോർഡ് വെക്കാം. മാതാജിയുടെ മകന് വേഗം നമ്മളെല്ലാം കുട്ടികളുടെ യോഗ. നിങ്ങൾ എപ്പോ യോഗ ചെയ്യാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി യോഗ ചെയ്യും.